ഈ ഒരു രാത്രിയിൽ കുടുംബം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിത്തിരി നേരം ഈ പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുനടയിൽ മക്കളൊക്കെ എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചു വരുത്ത്. എത്ര ഉറക്കത്തിലാണെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്ക്. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ആത്മാവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. പറഞ്ഞില്ലേ, ബാബിലോൺ അവർ പണിതുയർത്താൻ നോക്കിയ ഒരു വലിയ കെട്ടിടത്തിൻ്റെ പേര്. നമ്മളും അത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ പണിതുയർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ദൈവത്തെ മറന്നു പോകുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നത് ചിതറിക്കപ്പെട്ടു പോകുന്ന ഭാഷയാണ്. ചിതറിക്കപ്പെട്ടു പോകുന്ന ഭാഷ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അപ്പം പറയണതിൽ പകുതിയും നമുക്ക് മനസ്സിലാവുന്നില്ല, പകുതിയും. അമ്മ പറയണതിൽ പകുതിയും നമ്മൾ വകവയ്ക്കുന്നില്ല. മക്കൾ പറയണതിൽ പകുതിയിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ അവഗണിച്ച് കളയുന്നുണ്ട്. മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിക്കുന്ന മക്കളും മക്കളുടെ വാക്കുകൾ മനസ്സിലാക്കാതെ പോകുന്ന മാതാപിതാക്കളും ബാബിലോണിൻ്റെ മറ്റൊരു രൂപം തന്നെ. ഒരു സംശയവും വേണ്ട. പരിശുദ്ധ പരമ